നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻ ചെയ്യണം. കറക്റ്റ് മാർക്കറ്റിൻ്റെ ട്രെൻഡ് അറിഞ്ഞ് നമുക്ക് കറക്റ്റായിട്ടൊരു എൻട്രിയും എക്സിറ്റും അതേപോലെ റിവേഴ്സൽ നമ്മുടെ സോഫ്റ്റിലൂടെ കറക്റ്റായിട്ട് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നോക്കുകയാണെങ്കിൽ ഡോക്ടർ റെഡ്ഡി, അതേപോലെ ജിന്ദാൽ സ്റ്റീൽ, അതേപോലെ ടാറ്റ പവർ, HAL, അങ്ങനെ ഒരുപാട് സ്റ്റോക്കുകൾക്ക് നല്ല മൂവ്മെൻറ്റ് നമ്മുടെ സോഫ്റ്റ് തന്നിരുന്നു. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് പിക്ക് ചെയ്യാനായിട്ട് നമുക്ക് മോർണിംഗിൽ സാധിക്കുന്നില്ല, കൺഫ്യൂസിങ് ആവുന്നുണ്ട്, കറക്റ്റ് എൻട്രിയും കിട്ടുന്നില്ല, നമ്മൾ എടുത്ത എൻട്രികളാണ് റിവേഴ്സും പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും പ്രശ്നങ്ങളാണ് നമുക്ക് ഈ ട്രേഡിങ് ചെയ്യുന്ന സമയത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊരു പൊസിഷൻ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റാത്ത, നമുക്ക് ആക്ച്വലി എൻട്രിയും എക്സിറ്റും പ്രോപ്പറായിട്ട് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റിൽ പ്രോപ്പറായിട്ടൊരു ഇൻഡിക്കേഷൻ തരുമ്പോൾ നമുക്ക് ഫേക്ക് ആയിട്ടുള്ള റിവേഴ്സലുകളൊക്കെ നമുക്ക് കുറേ അറിഞ്ഞ് നമുക്ക് ആക്ച്വലി അവിടെ നിന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ക്യാൻഡിൽസ്റ്റിക്കിൽ ചെയ്യുമ്പോൾ മാർക്കറ്റിന് അപ്പ് ഡൗൺസേ കാണിച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് അതിനകത്ത് പ്രോപ്പർ റിവേഴ്സൽ എവിടെ നിന്നാണ് ഇനിയും മാർക്കറ്റ് തിരിച്ചു പോകുമ്പോൾ അവിടെ നിന്ന് റിവേഴ്സ് അടിക്കാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഡോക്ടർ റെഡ്ഡിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന സെല്ല്, അതായത് ക്ലോസിങ്ങിൽ വന്ന സെല്ല് തന്നെ കണ്ടിന്യൂ ആയിട്ട് ഇന്ന് പോകണം. അപ്പോൾ ഇന്നും മാർക്കറ്റ് ഫുൾ ഡൗൺ ആണ്, നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. മാർക്കറ്റ് മൊമെൻറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ചിന്തിച്ചിട്ട് കഴിഞ്ഞ മൊമെൻറ്റിലല്ല, നമുക്ക് കറക്റ്റായിട്ട് ആ പുഷിൽ പിക്ക് ചെയ്യാൻ പറ്റണം. അത് നമ്മുടെ ആ പെർഫെക്റ്റ് ബ്രേക്ക് ഔട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആ മൂവ്മെൻറ്റുള്ള സ്റ്റോക്കിൽ പിക്ക് ചെയ്യാനും നമ്മുടെ സ്കാനറിൽ ട്രെൻഡ് അറിഞ്ഞ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ ആ സ്റ്റോക്ക് ലിസ്റ്റ് നമ്മുടെ ഫസ്റ്റ് വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്ത് വെച്ചാൽ മതി. അത് വ്യൂവിൽ സിമ്പിൾസ് ഇപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് ഏത് ലിസ്റ്റാണ് നമ്മൾ വോളിയുള്ള കുറച്ച് ലിസ്റ്റ്, അതായത് നമ്മളൊരു 15-20 സ്റ്റോക്ക് അത് ഇനഫായിട്ട് നമ്മൾ ഈ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്ത് വെച്ചാൽ അതിൻ്റെ ട്രെൻഡ് കണ്ടുപിടിച്ച് നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. എല്ലാ സ്റ്റോക്കിലും കോൺസെൻട്രേറ്റ് ചെയ്യും. ഇപ്പോൾ മാർജിൻ ഒരുപാടില്ലെങ്കിൽ നമുക്ക് സ്റ്റോക്ക് ഇപ്പോൾ ഡിക്സനെ പോലുള്ള സ്റ്റോക്കിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ ഡിക്സൻ്റെ ആക്ച്വലി നമുക്ക് ഓപ്ഷൻ പിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഏത് മൂല്യമുള്ള സ്റ്റോക്കിൽ നമ്മുടെ ഓപ്ഷൻ പിക്ക് ചെയ്യാം. അപ്പോൾ അതേപോലുള്ള സൗകര്യങ്ങൾ നമ്മുടെ സോഫ്റ്റിന് കറക്റ്റായിട്ട് ആ ട്രെൻഡ് കണ്ടുപിടിച്ച് നമുക്ക് ആ പെർഫെക്റ്റ് റിവേഴ്സലും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള എളുപ്പമുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഡോക്ടർ റെഡ്ഡിയുടെ ഫസ്റ്റ് ചാർട്ട് ഞാൻ കാണിച്ചത്. അപ്പോൾ ഇതിനകത്ത് ഡോക്ടർ റെഡ്ഡിക്ക് ഇപ്പോൾ ഇന്നലെ സെല്ല് തന്നിട്ടുണ്ട്. ഇപ്പോൾ റെഡ് കളർ ഡൗൺ ആരാണ് സെല്ല് തന്നിരിക്കുന്നത്. ലേറ്റസ്റ്റ് വേർഷൻ്റെ ചാർട്ടാണ് ഇനി പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെ വർക്ക് ചെയ്യുന്നു പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ബൈയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, 2-3 ദിവസങ്ങളായിട്ട് ബൈ പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്ക് തന്നെയാണ് ഡിക്സിന്. ഇപ്പോൾ ഇന്നലെയും മിനിങ്ങാന്നൊക്കെ ബൈ തന്നെയായിരുന്നു. ബൈ സിഗ്നൽ അതിന് മുമ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഇന്നലെയാണ് സെല്ല് തന്നിരിക്കുന്നത്. അപ്പോൾ സെൽ സിഗ്നൽ അപ്പോൾ കണ്ടിന്യൂഷൻ ആണെങ്കിൽ നമുക്ക് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ തിരിച്ച് മാർക്കറ്റ് പുൾ ബാക്ക് അടിച്ച് പിന്നെയും കയറുന്ന സിറ്റുവേഷൻ നമുക്ക് അവിടെ റീ എൻട്രി തരും. ഈ കൊള്ള ആ പോർഷൻ നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ സപ്പോർട്ടെല്ലാം റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന പോർഷൻ നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ കണ്ടിന്യൂഷൻ മാർക്കിൽ ഇപ്പോൾ സെൽ സിഗ്നൽ ഇപ്പോൾ ഇന്നലെ തന്നിരിക്കുകയാണെങ്കിൽ അപ്പോൾ ഡീറ്റെയിൽസ് നമുക്ക് മുകളിലുണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, അപ്പോൾ ഇതിനകത്ത് ടൈം കൊടുത്തിട്ടുണ്ട്, എൻട്രിയും ടാർഗറ്റും. പക്ഷേ ഇത് കൺഫേം ആയി നമ്മൾ ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ട്, അവിടെ നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ട്. ഇന്നും അതേപോലെ മാർക്കറ്റ് ഡൗണിലേക്ക് ഇറങ്ങി തിരിച്ചിറങ്ങി പിന്നെയും സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ സപ്പോർട്ട് അഗെയിൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുൾ ബാക്ക് അടിച്ച് പിന്നെ തിരിച്ച് ഇവിടെ ഇറങ്ങുന്ന സിറ്റുവേഷൻ സോഫ്റ്റ് റീഎൻട്രി തരും, അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ധൈര്യമായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ അത് ഒറ്റയടിക്ക് ഇറങ്ങി പോകുമായിരുന്നു. അപ്പോൾ ഇത്രയും നോക്കി വെച്ചാൽ മതി. സിഗ്നൽ വരുമ്പോൾ കൺഫേം ആണെന്ന് നോക്കുക. കൺഫേം ആണെന്ന് നോക്കിയിട്ട് കൺഫർമേഷൻ വരുന്ന പോർഷനിൽ അടുത്ത ക്യാനിൽ ട്രേഡ് എടുക്കുക. ഇപ്പോൾ ഇവിടെ സെല്ല് വന്നിട്ടുണ്ട്, താഴെ ഗ്രീൻ ആയിരുന്നു, റെഡ് വന്ന് ഇവിടെ റെഡ് വന്ന് സപ്പോർട്ട് എടുത്ത് ആട്ടിറങ്ങി. അപ്പോൾ അത് തിരിച്ച് പിന്നെ മാർക്കറ്റ് പുൾ ബാക്ക് അടിക്കുന്ന ഏത് പോർഷനാണെന്ന് നമുക്ക് ആ ട്രെൻഡ് ലൈനിൻ്റെ മൊമെൻറ്റ് വെച്ച് മനസ്സിലാക്കാം. അവിടുന്ന് എത്രത്തോളം മാർക്കറ്റ് കയറി, അതായത് എത്രത്തോളം ബാക്ക് അടിച്ചു, അവിടുന്ന് സപ്പോർട്ട് എടുത്ത് നമുക്ക് താഴ്ത്ത് പിന്നെ ഇറങ്ങുന്ന പോർഷനിൽ നെക്സ്റ്റ് എൻട്രി ലെവലാണ്. ആ നമുക്ക് ഒരു ട്രേഡ് മിസ്സാക്കി നെക്സ്റ്റ് നമുക്ക് ആ സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് പിടിച്ചിട്ട് നമുക്ക് അവിടെ ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പോൾ അവിടുന്ന് എവിടെ നിന്നാണ് നമുക്ക് മാർക്കറ്റ് റിവേഴ്സ് പോകുന്നത് അവിടം വരെ ഹോൾഡ് ചെയ്യാം. അല്ലെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് പേഷ്യൻസ് നമുക്ക് നല്ല രീതിയിലുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി താഴത്തെ കൺഫർമേഷൻ ബാറ് നമുക്ക് ആക്ച്വലി റെഡ് ആയിരിക്കുന്നിടത്തോളം മാർക്കറ്റ് സെല്ലിൽ തന്നെയാണ് തിരിച്ച് വരുന്നത്, ഹോൾഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ജിന്ദാൽ സ്റ്റീൽ നോക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടോ, ബൈ വന്ന് രാവിലെ കയറി തിരിച്ച് ബാക്ക് അടിച്ച് പിന്നെയും കയറി. അപ്പോൾ ഇവിടെ ഒരു ട്രേഡ് മിസ് അവർക്ക് നെക്സ്റ്റ് ഇവിടുന്ന് തിരിച്ച് ബ്രേക്ക് ചെയ്ത പോർഷൻ 1015 ട്രേഡ് ഉണ്ടായിരുന്നു. അവിടെ 26 ഒരു ഒറ്റയടിക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ മിസ്സായവർക്ക് നെക്സ്റ്റ് പുൾ ബാക്ക് കഴിഞ്ഞിട്ട് പിന്നെ കയറുന്ന സിറ്റുവേഷനിൽ എടുക്കാം. അതേപോലെ ഇവിടെ സെല്ല് വന്ന ലേറ്റസ്റ്റ് അതും ഇറങ്ങിയിട്ട് തിരിച്ച് ബാക്ക് അടിച്ച് ഇവിടുന്ന് ഇറങ്ങി. ഇപ്പോൾ ഇവിടുന്ന് 1016 ഒരു എൻട്രി ഉണ്ടായിരുന്നു, അതിപ്പോൾ 190, ഇപ്പോൾ ഇപ്പോഴും 009 ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 7 പോയിന്റോളം മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമുക്ക് ആക്ച്വലി ടാറ്റ പവർ. പിന്നെ ടാറ്റ പവർ കഴിഞ്ഞ ദിവസം ബൈ വന്നതിൻ്റെ കണ്ടിന്യൂഷൻ രാവിലെ പോയി അവിടുന്ന് ബ്രേക്ക് ചെയ്ത് തിരിച്ചിറങ്ങി പിന്നെയും കയറി ലാസ്റ്റ് 12 പണിയ ശേഷമാണ് നമുക്ക് സെല്ല് വന്നത്. അവിടുന്ന് താട്ടിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോഴും താട്ടിറങ്ങിക്കൊണ്ടിരിക്കുന്നു. സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് പിന്നെയും എഗെയിനായിട്ട് ഡൗൺ ആയിട്ട് തന്നെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേപോലെ HAL കണ്ടിന്യൂഷൻ മാർക്കറ്റ് ആയിരുന്നു. അവിടുന്ന് രാവിലെ സപ്പോർട്ട് അടിച്ച് പിന്നെ ഇറങ്ങി എഗെയിൻ 2 സപ്പോർട്ട് ചെയ്ത് ടോട്ടൽ 1 സൈഡ് മൊമെൻ്റ് ആണ്. അപ്പോൾ പിന്നെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ എഗെയിൻ നമുക്കൊരു ഡൗൺ ചാൻസ് തന്നെയാണ് കാണിക്കുന്നത്. അവിടുന്ന് പിന്നെയും നമുക്ക് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഒരു ലൈവ് സെക്ഷൻ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തിട്ട്, അപ്പോൾ ലൈവ് സെക്ഷൻ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്.
സ്റ്റോക്ക് മാത്രമല്ല ഓപ്ഷനും നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് ഫോറക്സ് മാർക്കറ്റ്, കമ്മോഡിറ്റീസ്, അങ്ങനെ കംപ്ലീറ്റ് മാർക്കറ്റ് നമ്മുടെ സ്റ്റോക്കിൽ സപ്പോർട്ടാണ്. താങ്ക് യു.